കഞ്ഞി തരുമോ? ഇന്നൊന്നും കഴിച്ചില്ല, വിശന്നിട്ട് വയ്യ. കഴിച്ചില്ലെങ്കിൽ വേണ്ട, പോ. അസത്തെ എന്താ ചേച്ചി? ആരാ ചേച്ചി? അയാള് ആ വാറുണ്ണി. ആ പന്നി ഇവിടെ വന്നു. വേണ്ട, നീ പോണ്ട, അയാള് പോയി. കൈയും കാലും തല്ലി ഒടിച്ചാ മതിയായിരുന്നു. അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല വക്കീലെ. എല്ല് മുറികൂടിയ പയം പിന്നെയും തുടങ്ങൂലേ. ഓന്റെ ആരോഗ്യം നമ്മൾ സമ്മതിച്ചിരിക്കുന്നത്. അന്ന് ഓനെ കുടുങ്ങി ഏറി ഇനിക്കാണെങ്കിൽ മയ്യത്തായി പോയത്. കണ്ട കാക്ക എലി ഉടുമ്പും ഒക്കെ അല്ലേ തീറ്റ. വലിയ തടിയില്ലെങ്കിലും ഉള്ളത് ഇരുമ്പ. അതാ വന്നേക്കണ്. ഒരു ചായ തരുമോ? ഇവിടെ ഇല്ല. ഇത്തിരി ചൂടുവെള്ളം തരുമോ? ദിവസം വെള്ളം മൂന്ന് ചോദിക്കും. പൊക്കോണം ഇവിടുന്ന്. പോകാൻ പറഞ്ഞ അങ്ങോട്ട് കുടിക്കണോ? കൊണ്ടുപോടോ, പോടോ. കഴിച്ചറേ. രണ്ട് മുറുകാണ്, രണ്ടെണ്ണത്തിനും ബുദ്ധിയില്ല. കൊറേ തല്ലുണ്ടല്ലേ? ഏറാ തടുക്കാൻ പറ്റുമോ? വല്ലതും കഴിച്ചോ? പച്ച വെള്ളം പോലും തരരുതെന്നാ എല്ലാരും തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെന്തിനാ കൊണ്ടുവന്നേ? എനിക്കെങ്ങനെ തീരുമാനിക്കാൻ പറ്റുമോ? നീന്റെ ആരാ? പെങ്ങളോ അല്ലെങ്കിൽ കെട്ടിയോളോ? പിന്നെ അന്വേഷിക്കാൻ ഇനി സ്ഥലമില്ല, പോയിന്ന് ഞാൻ കരുതി. പോണതാ നല്ലത്. അങ്ങനെ വിചാരിച്ചതാ. പിന്നെന്താ വേണ്ടെന്ന് വെച്ചത്? അപ്പോ നിന്റെ അമ്മയെക്കൊന്ന് ചെയ്താനെ കൊല്ലണ്ടേ? അച്ഛനും മുതലാളി എല്ലാരും കൂടെ സ്ഥലം വിടാൻ പറഞ്ഞപ്പോ സമ്മതിക്കാൻ നാക്ക് പറഞ്ഞതാ. അപ്പഴാ നിന്നെ ഓർത്തു. നന്നായി. ഇനി ഈ ചീത്തത്തരത്തിനൊന്നും പോവാണ്ട് നല്ല ആളാവ്. ആളുകൾ പറയണൊക്കെ ശരിയാ. അങ്ങനെയാണെങ്കിൽ ഈ സ്വഭാവമൊക്കെ കളഞ്ഞ് ഒരു പെണ്ണിനെ കെട്ടി മര്യാദക്ക് ജീവിച്ചൂടെ? അതിനാരെങ്കിലും പെണ്ണ് തരണ്ടേ? തരുന്നെന്തിനാ? ഇഷ്ടമുള്ള പെണ്ണിനെ വിളിച്ച് കൂടെ താമസിപ്പിക്കണം. അതിന് സ്ഥിരമായിട്ട് കൂടെ താമസിക്കാൻ ഇഷ്ടമുള്ള പെണ്ണ് കിട്ടണ്ടേ? ഞാൻ മതിയോ? പറ, ഞാൻ മതിയോ? കൊമ്പൻ. ഞാൻ എടി എന്താണ്? എടാ, നീ നാട് നശിപ്പിക്കും. നീ എന്നെ ഇവിടെ എല്ലാം നശിപ്പിക്കും. അല്ല പട്ടി. അടിക്കല്ലേ? അടിക്കില്ല. മാറങ്ങോട്ട്. മോഹൻകുട്ടി, രക്ഷിക്കൂ.
ഒരു സംശയമില്ല. അപകടം പറ്റിയതെന്ന് എല്ലാരും പറയണ. ചിലര് ആത്മഹത്യയെന്നും പറയുന്നുണ്ട്. തോമസ് കുട്ടിക്ക് ശത്രുക്കൾ ആരുമില്ല. പോലീസിനോട് നിനക്ക് പറയാറുന്നില്ലേ ഞാനാണ്? മനഃപൂർവ്വമല്ലല്ലോ, പറ്റിപ്പോയതല്ലേ. എന്നാലും പറയായിരുന്നു. പറഞ്ഞ നിങ്ങളെ പോലീസ് പിടിച്ച തോമസ് കുട്ടി ജീവിച്ചു വരുമോ? ഒന്നും ആലോചിച്ച് വിഷമിക്കണ്ട. ഞാൻ പള്ളിയിലേക്ക് ചെല്ലട്ടെ. ഒരു പിടി മണ്ണ് എനിക്ക് ഇടണം. നീ എന്നെ നശിപ്പിച്ചു അല്ലടാ. എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ, എന്നെ രക്ഷിക്കൂ. കള്ളും കുടിച്ച് ഇവിടെ വന്നാ കിടക്കണേ? ഇറങ്ങി പോടാ. അച്ഛോ, എനിക്കൊന്ന് കുമ്പസാരിക്കണം. കുമ്പസാരിക്കേ? നീയാ ആ കാര്യങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് പറഞ്ഞിട്ടുള്ള? ഒരു തുള്ളി ഞാൻ കുടിച്ചിട്ടില്ല അച്ഛോ. എനിക്കെല്ലാം ഏറ്റു പറയണം. നാളെ കാലത്തെ വാ. പാതരാത്രിക്കല്ലേ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ. നേരം വെളുക്കാൻ കാത്ത ഞാൻ ചങ്ക് പൊട്ടി ചത്തുവോ? ഉള്ളിൽ കിടന്നിങ്ങനെ തെങ്ങുക. തോമസ് കൂടി ചത്തതല്ല അച്ഛോ, ഞാൻ കൊന്നതാ, തള്ളിയിട്ട് കൊന്നതാ. ഈ വസ്ത്രം ധരിച്ച പിന്നെ ഇതുവരെ ഇത്ര ഹൃദയം തുറന്നൊരു പ്രാർത്ഥന ഞാൻ കണ്ടിട്ടില്ല. നിന്നെ ദൈവം രക്ഷിക്കും. പോട്ടെ അച്ഛോ, എന്റെ കൈസര പെണ്ണിനെ ഏൽപ്പിക്കണം. അല്ലെങ്കിൽ പോലീസ് എന്നെ കൊണ്ടുപോകുമ്പോ അവനൊറ്റ കൈപ്പോവും. എന്നോട് സ്നേഹമുള്ളതാ മാത്രമേ. അങ്ങനെ കരുതണ്ട. നിന്നെ സ്നേഹിക്കുന്നവർ പിന്നെ ഇല്ലേ ആ കൊല്ലത്തി പെണ്ണ്. ഇപ്പോ എനിക്ക് നിന്നോട് സ്നേഹം തോന്നിപ്പോകുന്നു. ഞാൻ കൊന്നവനാ. അച്ഛനെന്നെ പോലീസ് പറഞ്ഞ് പിടിപ്പിച്ചോ? പോലീസും കോടതിയും ഒക്കെ മനുഷ്യനെ ശിക്ഷിച്ചു തിരുത്താനാ. പക്ഷെ അതിനേക്കാൾ വലിയ കോടതി നീ സ്വയം തിരുത്തി കഴിഞ്ഞു. മാത്രമല്ല ഇതൊരു കുമ്പസാര രഹസ്യമാ, പുറത്ത് പറയാൻ പാടില്ല. എന്നാലും എനിക്ക് മനസ്സമാധാനം കിട്ടൂല അച്ഛൻ. കുറെ കാലം ജയിലിൽ പോയി കിടന്ന മനസ്സമാധാനം കിട്ടുമോ? ഇല്ല. നീ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അബദ്ധത്തിൽ ഒരു കൈത്തെറ്റ് പറ്റി. അതുകൊണ്ട് തകർന്നു പോയ ഒരു കുടുംബം ഇവിടെ ഉണ്ട്. അത് കാണാണ്ട് പോകുന്നതാണ് ദൈവത്തിന്റെ മുന്നിൽ ഏറ്റവും വലിയ തെറ്റ്. പിന്നെ ഒരു കടമയേറ്റ നീ വന്നു. അതും മറന്ന് നാട്ടുകാരുടെ മുഴുവൻ ശാപവും തലയിലേറ്റി പാവപ്പെട്ട ഒരു കുടുംബത്തെ അനാഥമാക്കിയിട്ട് ഏത് നരകശിക്ഷ അനുഭവിച്ചാലും നിനക്ക് സമാധാനം കിട്ടുമോ?